Let us invoke divine blessings as we begin this day of celebration. I now invite the school choir to lead us in a prayer. School choir, please. Let it shine all the time. Let it shine. ലതാനിലയം, പോസ്റ്റർ പാലം തുടങ്ങി അനേകം നോവലുകളും ബാലസാഹിത്യവും നമുക്കായി എഴുതിയ നമ്മുടെ നാടിൻ്റെ എഴുത്തുകാരിയാണ് ശ്രീമതി സുൽഫ തേക്കേമഠം. പ്രിയങ്കരിയായ എഴുത്തുകാരി ശ്രീമതി സുധ തെക്കേമഠം, കോപ്പം എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ വൈസ് പ്രസിഡന്റ് സലാം സർ, PTA പ്രസിഡന്റ് വിനോദ് സർ, വൈസ് പ്രിൻസിപ്പൽ ഹരിപ്രസാദ് സർ, സ്റ്റാഫ് സെക്രട്ടറി, മറ്റ് എൻ്റെ അധ്യാപകരെ കാര്യയിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയുള്ള ഉജ്ജ്വലമായ ഒരു തൂലികയുടെ ഉടമയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. Is to be carried out by a distinguished personality. We cordially invite Srimati Sudha Tekkemadam. കാരണം ഒരു 2 സ്കൂളിലേക്കൊക്കെ ഒരു വർഷം പോയാൽ മതി എന്നൊരു തീരുമാനത്തിൽ ആ 2 സ്കൂളിന്റെ കോട്ടയൊക്കെ കഴിഞ്ഞത് കാരണം ഞാൻ ഇനി ആരോട് ഇന്ത്യ വിളിച്ചവരെയൊക്കെ മടക്കായിരുന്നു. കുറച്ച് ദിവസങ്ങളായി എന്തെങ്കിലും പരിപാടികളിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ കുറെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും. വായനാ വാരത്തിനെ കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും പുസ്തക വായനയെ കുറിച്ചും ഒക്കെ ധാരാളം കേട്ടിട്ടുണ്ടാവും. ആ വായനാ വാരത്തിന്റെ ഔപചാരികമായ സമാപനം, അതിന്റെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുക എന്നതാണ് എൻ്റെ ആദ്യത്തെ കർത്തവ്യം. അത് ഏറ്റവും അതിമനോഹരമായ രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിലേക്ക് വായനയുടെ വാതായനങ്ങളെല്ലാം തുറന്ന് കിടക്കത്തക്ക രീതിയിൽ നിങ്ങളെ എഴുത്തിന്റെയും വായനയുടെയും ആ മനോഹര ലോകത്തേക്ക് നിങ്ങൾക്ക് സ്വയമേവ കടന്നു ചെല്ലത്തക്ക രീതിയിൽ പ്രചോദനം ഉണ്ടാവട്ടെ എന്നും എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ ഈ വേദിയിൽ ഉദ്ഘാടനം ചെയ്യുകയാണ്. നിങ്ങളുടെ ഈ ഒരു വായനാ വാരത്തിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി, ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. For formally inaugurating this week of literary celebration. അത് നമുക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാവർക്കും ആഴ്ചയിൽ ഒരു ദിവസം ഒരു ലൈബ്രറി പീരീഡ് തന്നിരിക്കുന്നതന്നെ നിങ്ങളെ വായന പ്രോത്സാഹിപ്പിക്കുന്നതിനാണ്. ഈ വായന ഞാൻ നേരത്തെ പറഞ്ഞ ഹോബിയല്ല, നമുക്കൊരു അറിവാണ് തരുന്നത്. ഓരോ വായനയും നമുക്ക് ഓരോ അറിവാണ്. നമുക്ക് പല മേഖലയിലും നമ്മൾ എത്തിപ്പെടുകയാണ്. സൃഷ്ടികൾ തെരഞ്ഞെടുത്ത് നമുക്ക് ഒരു കവിതാ സമാഹാരമോ അല്ലെങ്കിൽ ഒരു കഥാ സമാഹാരമോ നമുക്ക് പ്രസിദ്ധീകരിക്കണം. അതിന് നമ്മൾ എന്തായാലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുള്ള എല്ലാ സഹായങ്ങളും നമുക്ക് നമുക്ക് തരുന്നതാണ്. വളരെ പെട്ടെന്ന് പുതിയ വിഷൻ നമ്മുടെ കണ്ണിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും മാഞ്ഞു പോകും. പക്ഷെ വായന അങ്ങനെയല്ല. നമ്മൾ വായിക്കുമ്പോൾ അത് നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള മഴ വന്നാലും എല്ലാം കൂടെ അടച്ചുപൂട്ടി വീട്ടിന്റെ ഉള്ളിലിരിക്കണോ മതിയോ? അല്ല, മഴയെ തൊടണം. അങ്ങനെ മഴയെ തൊടാൻ അവസരം കിട്ടുന്ന കുട്ടികൾ തന്നെയാണ് നിങ്ങൾ. ഞാനവിടെ നിന്ന് നിങ്ങളിങ്ങനെ നോക്കുകയായിരുന്നു. എൻ്റെ മോൻ അനിരുദ്ധ രാജീവ് എന്ന് പറയുന്ന ഒരു വികൃതി ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വികൃതി തന്നെ ആയിരുന്നു. എന്നാൽ ഇവിടെ പഠിച്ചിട്ട് 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ എന്നും ആലോചിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവിടെ ഇങ്ങനെ പള്ളികളിൽ കുറേ പുസ്തകങ്ങൾ ഇരിക്കുന്നത് കാണുന്നത്, അതിലൂടെയാണ് നമുക്ക് ഈ പുസ്തകങ്ങളിൽ എന്തായിരിക്കും എന്നൊക്കെ തോന്നുക. അപ്പൊ മരിച്ചുപോയ ആളാണ് പരിചയപ്പെടണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ എഴുത്തിനെ പരിചയപ്പെടണം എന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന് അരീക്കോട് ക്യാമ്പിന്റെ സ്കൂളിലായിരുന്നു. കണ്ടിട്ടുണ്ട് നടന്നു പോകുന്ന വഴികള് ചെറിയ പൊട്ടക്കുളങ്ങള്, അതുപോലെ വെള്ളം കെട്ടിക്കിടക്കുന്നതിലൊക്കെ കണ്ടിട്ടുണ്ട്. ചാലുകളൊക്കെ, അതിൽ കുറെ ജീവികളൊക്കെ കാണില്ലേ? അങ്ങനത്തെ ജീവികളെ കാണാറുണ്ട്. അങ്ങനെ
പ്രകൃതി മൊത്തം വലിയൊരു പുസ്തകമായി അദ്ദേഹത്തിന്റെ മുന്നിൽ അവിടെ ഉണ്ടായിരുന്നു. അന്ന് മുതൽക്കാണ് നമ്മൾക്ക് ഉള്ളിലുള്ള കാര്യങ്ങളെ വ്യക്തമായി മറ്റൊരാളോട് പറയാൻ കഴിയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് സ്കൂളിലേക്ക് പോകണ്ട, അമ്മ എനിക്ക് പഠിക്കുന്നു എന്ന് അമ്മേനോട് പറയാനുള്ള ഭാഷ ഉണ്ടായത്, അത് അമ്മയ്ക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കും ആ ഭാഷ അറിയണം, അമ്മയുടെ മനസ്സിൽ ചേർക്കണം. അത് വേറെ ആർക്കും കിട്ടാത്ത രീതിയിൽ എഴുതുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നു. കഥകൾ എഴുതുന്ന നൂറുകണക്കിനല്ല, കേരളം എന്നെടുത്താൽ ഒരുപാട് പേരുണ്ടായിരിക്കും. നിങ്ങൾ എഴുതിയ കഥ ശ്രദ്ധിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് മാത്രം പറയാൻ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ അതിലുണ്ടാവാം. അത് കഥയാവാം, ഭാഷയാവാം, ശൈലിയാവാം, എന്തുമാവാം. അപ്പൊ വാക്കുകളൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് ചെത്തിമെനിക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് എഴുത്തുകാർ നമ്മുടെ ഇടയിലുണ്ട്. പ്രിയ ASന്റെ കുട്ടികൾക്കുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ നല്ല രസമാണ്. കാറ്റും വെയിലും എല്ലാം എനിക്ക് പകർന്നു തന്ന് എന്നെ ഇവിടേക്ക് ക്ഷണിച്ച KEMSലെ പ്രിയപ്പെട്ട അധ്യാപകർക്കും ഇത്രയും നേരം കേട്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കും എല്ലാവർക്കും നന്ദി പറയുകയാണ്. താങ്ക് യു. To deliver the word of thanks on this wonderful occasion of our reading celebration, and to the PTA members for your support. Let us all remember, reading is not just a habit, it's a lifelong companion. Let's keep reading and growing every day. Thank you all. Invite Kishore Shah, Head of English Department, to deliver the voice of thanks on behalf of the staff. That is romanticism, which is connected with nature. And I believe our session is connected with nature. We experienced here the drizzling and pouring, the beauty of rain and the beauty of light also. It is my privilege to extend a heartfelt vote of thanks on this memorable occasion. I thank our chief guest and inaugurator, Mrs. Sudha Theke Madam, for your inspiring words and valuable session with our students. Thank you, ma'am. My sincere thanks to Sri CP Mohammed Najib sir for the keynote address, and to our vice principal, management representatives, academic coordinator, PTA president, who helped organize this event. A special word of appreciation to our students for their enthusiastic participation, and to Rama ma'am and Salam sir for the meaningful library book handover. Thank you all for being part of this celebration. Wishing everyone a joyful... Thank you one and all for your presence and participation. We wish you a successful and inspiring reading week ahead. Thank you. Officially, our program ends here. Thank you.